അപ്പോൾ ഈ ഫാൻസുകാർക്ക് ചുമ്മാ തമ്മിൽ തല്ലാൻ ഒരു ഗ്രൗണ്ട് ഉണ്ടാക്കി കൊടുക്കണ്ട എന്നുള്ളത് കൊണ്ടാണ് ഞാൻ 2020 എന്ന സിനിമയെക്കുറിച്ച് സംസാരിക്കാത്തതെന്ന് മുൻപൊരിക്കൽ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഇവിടെ അത്യാവശ്യം മെച്ചുവേർഡ് ഓഡിയൻസ് ആണുള്ളതെന്ന് ഇപ്പൊ മനസ്സിലാക്കിക്കൊണ്ട് ഇന്ന് നമുക്ക് ആ സിനിമയെക്കുറിച്ച് സംസാരിക്കാം. സോ 2020 അപ്പോൾ വർഷം 2008, ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം. നാട് നിറയെ ഈ ഒരു സിനിമയുടെ പോസ്റ്റേഴ്സ് ആയിരുന്നു. പോസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ പലവിധം. 2 സൂപ്പർ സ്റ്റാർസ് മാത്രമുള്ള പോസ്റ്റേഴ്സ്, മലയാളത്തിലെ 5 മെയിൻ താരങ്ങളുള്ള പോസ്റ്റേഴ്സ്, പടത്തിലെ സ്ത്രീ കഥാപാത്രങ്ങൾ മാത്രം അണിനിരക്കുന്ന ഒരു പോസ്റ്റർ, പടത്തിലെ കോമഡി താരങ്ങൾ മാത്രം നിരന്നു നിൽക്കുന്ന ഒരു പോസ്റ്റർ, അങ്ങനെ എല്ലാം കൊണ്ടും മലയാള സിനിമയെ മൊത്തമായി കവർ ചെയ്യുന്ന ഒരു ഐറ്റം. അപ്പൊ ഇങ്ങനെ ഒരു പടം കാണാൻ പോകുമോ എന്ന ചോദ്യമേ ഉദിക്കുന്നില്ല. എന്ത് തന്നെയാലും കണ്ടിരിക്കും. എന്നാൽ സിനിമ ഇറങ്ങുന്നതിന്റെ തലേ ദിവസം ചാനലുകളിൽ ഒരു ചർച്ച വരുന്നു. അതായത് മോഹൻലാൽ ഫാൻസ് ഈ സിനിമ ബഹിഷ്കരിക്കുന്നു എന്ന്. എന്താ കാര്യം? പോസ്റ്ററിൽ പുള്ളിയെ നടുക്ക് നിർത്തിയില്ല. പോസ്റ്ററിൽ നടുക്ക് നിൽക്കുന്നത് മമ്മൂട്ടിയാണ്. നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് 17 വർഷങ്ങൾക്ക് മുൻപ് ഈ പറഞ്ഞ ചാനൽ ചർച്ച ഒരാൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത വീഡിയോ ആണ്. എനിവേസ്, കൂട്ടത്തിൽ പ്രായത്തിന്റെ സീനിയോറിറ്റി കണക്കിലെടുത്താണ് 5 പേരിൽ കൂട്ടത്തിൽ ഒത്ത നടുക്കായി മമ്മൂട്ടിയെ നിർത്തിയതെന്ന പ്രതിവാദവും അന്ന് കേട്ടിരുന്നു. തീർച്ചയായും അന്നത്തെ മമ്മൂട്ടി ഫാൻസ് ഈ ഒരു രംഗം നന്നായി ആസ്വദിച്ചു, നന്നായി മുതലെടുത്തു. അങ്ങനെ ഒടുക്കം സിനിമ ഇറങ്ങി. ഒരു വലിയ വീട്ടിലേക്ക് റിട്ടയർ ആയി വരുന്ന ജഡ്ജിക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ കാണിച്ചുകൊണ്ടാണ് സിനിമ തുടങ്ങുന്നത്. എന്നെ സംബന്ധിച്ച് മലയാളത്തിലെ എല്ലാ താരങ്ങളും അണിനിരക്കുന്ന ഒരു കല്യാണം പോലെയാണ് ഈ സിനിമ. അങ്ങനെ ഒരു കല്യാണ വീട്ടിലേക്ക് നമ്മളെയും ക്ഷണിക്കുന്നത് പോലെയാണ് എനിക്ക് തുടക്കത്തിലെ സിനിമകൾ കണ്ടപ്പോൾ തോന്നിയത്. ഇന്നസെന്റ് ആണ് ആ ഭാഗത്ത് മൊത്തം സ്കോർ ചെയ്യുന്നത്. ഇനി ഇതും കഴിഞ്ഞ് കൂട്ടത്തിലെ ആദ്യത്തെ സൂപ്പർ സ്റ്റാറിന്റെ ഇൻട്രോ സുരേഷ് ഗോപി. മകള് തലയിൽ തൊപ്പി വെച്ചു കൊടുക്കുന്ന ഒരു സിമ്പിൾ ഇൻട്രോ ആണെങ്കിലും തൊട്ടടുത്തതായി വരുന്നത് ഒരു ഫൈറ്റ് സീനാണ്. പോലീസിന്റെ കുപ്പായവും കള്ളിമുണ്ടും. ഓപ്പോസിറ്റ് നിൽക്കുന്നത് മലയാളത്തിലെ പേര് കേട്ട 6 അടി വില്ലന്മാർ. ആഹാ, കിടിലം. അങ്ങനെ ഫൈറ്റ് സീക്വൻസ് കഴിഞ്ഞ് അടുത്തത് സിനിമയിലെ ആദ്യത്തെ നെടുനീളൻ ഹീറോയിക് ഡയലോഗാണ്. അതും കിട്ടിയത് സുരേഷ് ഗോപിക്ക് തന്നെ. അപ്പൊ പുള്ളിയുടെ സ്റ്റാർഡത്തെ ജസ്റ്റിഫൈ ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ ആ തറവാട്ടിൽ ഒരാളെ സുരേഷ് ഗോപി പിടിച്ച് അകത്തിട്ടപ്പോ അയാളെ പുറത്തിറക്കാൻ ഒരു വക്കീൽ വേണം. പറയണ്ടല്ലോ ആള് ആരായിരിക്കുമെന്ന്. അപ്പൊ ഇനിയാണ് അടുത്ത സൂപ്പർ സ്റ്റാറിന്റെ ഇൻട്രോ. ആ ഇൻട്രോ ഒന്ന് കൊഴുപ്പിക്കാൻ വേണ്ടി വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് അയാൾക്ക് ഇവിടെ എത്തണമെന്നും എന്നാൽ അങ്ങനെ പറപ്പിച്ചു വന്ന അയാളെ തടയാനുള്ള സന്നാഹങ്ങളൊക്കെ ഒരുക്കി മൊത്തത്തിലൊന്ന് ഉഷാറാക്കി. ഒടുക്കം സിനിമയിൽ മൈക്രോ സെക്കൻഡുകൾ മാത്രമുള്ള ഒരു റോളിൽ വന്ന ബിജു മേനോനിലൂടെ നായകന്റെ പേര് പറയുന്നു. ശേഷം കോടതി വളപ്പിൽ വെച്ച് അടുത്ത സൂപ്പർ സ്റ്റാറിന്റെ എൻട്രി. ആൻഡ് അവിടെ വെച്ച് തന്നെ ആദ്യം വന്ന സൂപ്പർ സ്റ്റാറും ഇദ്ദേഹവും തമ്മിൽ ഒരു എൻകൗണ്ടർ. എന്നാൽ പടത്തിലെ അടുത്ത മൈക്രോ സെക്കൻഡ് ക്യാരക്ടറായ വിക്രം ഭായിയെ മുൻനിർത്തിക്കൊണ്ട് അതിലൂടെ കൈയടി വാങ്ങിച്ച് അടുത്ത സൂപ്പർ സ്റ്റാറിന്റെ ഇൻട്രോവും പൂർണ്ണമാവുന്നു. ഇനി അടുത്തതൊരു കോടതി രംഗം. ഇതിനിടയിൽ നമ്മുടെ ജയറാമിന്റെ ഇൻട്രോ വരുന്നുണ്ട്. പക്ഷെ വന്ന പോലെ തന്നെ പുള്ളിയെ പൊക്കിയെടുത്ത് പോകുന്നുമുണ്ട്. ആൻഡ് പുള്ളിയേക്കാൾ പുള്ളിയെ പൊക്കിക്കൊണ്ടുപോയ ആളുടെ ഇൻട്രൊഡക്ഷൻ ആണ് അന്ന് ഞാൻ കണ്ട തിയേറ്ററിൽ കൂടുതൽ കൈയടികൾ വീണത്. അങ്ങനെ അടുത്ത കോടതി രംഗത്തിൽ മാമുക്കോയയുടെ ചില കോമഡി പരിപാടികൾ. എന്നാൽ അടുത്തതായി മമ്മൂട്ടി പുറത്തിറക്കിയ ആൾ കൊല്ലപ്പെടുന്നു. ഉടനെ തന്നെ അതിന്റെ പ്രതിയെ പോലീസ് പിടിക്കുന്നു. ആ പ്രതിയുടെ അമ്മയും സഹോദരിയും ഇതേ മമ്മൂട്ടിയുടെ അടുത്ത് സഹായം തേടി വരുന്നു. അങ്ങനെ സഹായിക്കാമെന്നേറ്റ മമ്മൂട്ടിയുടെ കഥാപാത്രം ഈ പ്രതിയെ കാണാൻ പോകുന്നു. മൂന്നാമത്തെ സൂപ്പർ സ്റ്റാറിന്റെ ഇൻട്രോ. ആദ്യത്തെ 2 പേർക്ക് കിട്ടിയ ഇൻട്രോ പഞ്ചിന്റെ 7 അയലത്തെത്താത്തൊരു ഇൻട്രോ. ഇതിനൊരു ഇൻട്രോ എന്ന് തന്നെ പറയാൻ കഴിയില്ല. ശേഷം ഈ മൂന്നാമത് വന്ന ആൾ എന്നെ രക്ഷിക്കണം സർ എന്ന് പറഞ്ഞ് മമ്മൂട്ടിയുടെ മുന്നിൽ കൈകൂപ്പി നിൽക്കുന്നു. ഇത് ഒരു കഥാപാത്രം മറ്റൊരു കഥാപാത്രത്തിന് മുന്നിൽ കൈകൂപ്പി നിൽക്കുന്നതാണെന്നുള്ള ലോജിക് ഒക്കെ മറന്നുകൊണ്ട് തിയേറ്ററിൽ മൊത്തം കൂവലും ബഹളവും. കാരണം അപ്പോഴേക്ക് എല്ലാവരും റിയാലിറ്റി വിട്ട് ആ ഒരു സിനിമാറ്റിക് യൂഫോറിക് സ്റ്റേറ്റിനകത്തായിരുന്നു. അങ്ങനെ അതും കഴിഞ്ഞ് ഈ പാവത്തിനെ രക്ഷിക്കാൻ വേണ്ടി അടുത്ത കോടതി രംഗം.